നമസ്കാരം, വെൽക്കം ടു മോഡേൺ മൈൻഡ്സ്. നമ്മൾ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ ഇവന്റിലാണ്. സ്കോഡ സ്ലാവിയയുടെ 2 ന്യൂ കളർ ലോഞ്ചിങ് ആണ്. നമുക്ക് ഹാപ്പി ഓണം എന്നൊരു കൺസെപ്റ്റിൽ സ്കോഡ 2 കളേഴ്സ് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്യാണ്. അതായത് ഷിംല ഗ്രീൻ ആൻഡ് സ്റ്റീൽ ഗ്രേ. ഇത് കേരളത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് മാത്രം ഇറക്കിയൊക്കെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊന്ന് അടുത്ത് കണ്ടു നോക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ടു മോഡേൺ മൈൻഡ്സ്. ഓക്കെ, 2 കളർ ഓപ്ഷൻസ് ആണ് നേരത്തെ പറഞ്ഞ പോലെ വന്നിരിക്കുന്നത്. അതിലൊന്നാണ് ഈ കിടക്കുന്ന സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്നത്. മെക്കാനിക്കലി ആൻഡ് ഫീച്ചർ വൈസ് വേറെ ഒറ്റ ചേഞ്ചസും ഇല്ല, കളേഴ്സ് മാത്രമാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ 200 യൂണിറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഒരു മോണ്ടെ കാർലോ എന്ന ഒരു സ്പെഷ്യൽ എഡിഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് വരുമ്പം നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള 16 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു മൊത്തം ബ്ലാക്ക് ഔട്ട് ആയിട്ടുള്ള ഫ്രെയിംസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി ബാക്കി ഡിസൈനിലാണെങ്കിലും അതിന്റെ കാര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ വ്യത്യാസമില്ല. നമുക്ക് ഇന്റീരിയൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്താണെന്നുള്ളത്. ഇനി ഇന്റീരിയലാണെങ്കിലും വേറെ നമുക്ക് നേരത്തെ ഇപ്പോൾ നിലവിലുള്ള മോഡൽസ് ആയിട്ട് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കണ്ടു നോക്കാം എന്താണെന്നുള്ളത്. ആ ഒരു മോണ്ടെ കാർലോ ആയതുകൊണ്ട് ആ ഒരു ബ്ലാക്ക് ഔട്ടും റെഡ് ആക്സൻസും വരുന്ന ഒരു ഇന്റീരിയർ ഡാഷ്ബോർഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ഇന്റീരിയർ തന്നെയാണ്. അതിന്റെ ഒരു 10 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീനും അതുപോലെ ഒരു ഫുൾ ലെങ്തിലുള്ള ഇൻഫർടൈൻമെന്റ് സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് വീലാണെങ്കിലും ആ ഒരു നേർഡ് ബട്ടൺസ് ഒക്കെ ഉള്ള വളരെ ക്വാളിറ്റി ഉള്ള, നമ്മൾ സാധാരണ എല്ലാ സ്കോഡയിലും കാണുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ആണ്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ആണ്. ടോക്ക് കൺവേർട്ടർ 1.5 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ അതിന് ഒരു ടോക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് അബൌട്ട് ദ ഇന്റീരിയർ. നമുക്ക് ഈ ഒരു സീറ്റ്സ് ആണെങ്കിലും കുഷനിങ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളെ ഒരു കൊക്കൂൺ ചെയ്യുന്ന ഒരു സീറ്റാണ്. പിന്നെ അതാണെങ്കിലും കാണാനാണെങ്കിലും ആ ഒരു റെഡ് ഒരു ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ഉള്ള റെഡ് ബോർഡർ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭംഗി അവിടെ നമുക്ക് എടുത്ത് കാണാവുന്നതാണ്. സോ മൊത്തത്തിൽ ഒരു സ്പോർട്ടിനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഇന്റീരിയർ. സെക്കൻഡ് കളർ ഓപ്ഷൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ സ്കോഡ കുഷാക്കിൽ കണ്ട സെയിം ഒരു ഷിംല ഗ്രീൻ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ ഒരു കളർ വേരിയന്റ് സ്ലാവിയൽ ഒരു സെഡാനിൽ ഇതിലോട്ട് വന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഫ്രണ്ടിന്റെയും സൈഡ് ഡിസൈൻ പ്രൊഫൈൽ ഒന്നും തന്നെ മാറ്റമില്ല. മോണ്ടെ കാർലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രില്ലൊക്കെ ഒരു ബ്ലാക്ക് ഔട്ട് ആണ്. ലോവർ എയർ ഡാം ഏരിയാസും ഒരു ബ്ലാക്ക് ഔട്ട് ആണ്. ഇനി സ്ലീക്കർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈലോട്ട് വരുമ്പം ആ ഒരു 16 ഇഞ്ചിന്റെ ടയേഴ്സും അതിൽ റെഡ് കാലിപ്പേഴ്സ് വന്നിട്ടുണ്ട്. അതും മോണ്ടെ കാർലോ ആയതുകൊണ്ടാണ് ബ്ലാക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്പർ പോർഷൻസും കംപ്ലീറ്റും സാധാരണ മോഡലിൽ നമുക്കൊരു ക്രോം ആയിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോൾ അത് ബ്ലാക്ക് ഔട്ട് ആണ്. നമുക്ക് ഇന്റീരിയർ സെയിം തന്നെയാണ്. നമ്മൾ സ്റ്റീൽ ഗ്രേയിൽ കണ്ട സെയിം ഇന്റീരിയർ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. സോ ഡിസൈൻ വൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ഓണത്തിന് നമുക്കൊരു വണ്ടി എടുക്കണം എന്നുള്ളൊരു നിങ്ങൾക്കൊരു ആലോചന ഉണ്ടെങ്കിൽ സ്കോഡ വേണമെങ്കിൽ 2 ഓപ്ഷൻ കൂടി നമുക്കിപ്പോൾ വന്നിരിക്കുകയാണ്. 2 കളർ വേരിയൻസ്, അതും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ്, 200 ക്വാണ്ടിറ്റീസ്. സോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ EVM-ൽ എൻക്വയറി ചെയ്യാം. നിങ്ങൾക്ക് എത്രയും വേഗം നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ആൻഡ് യു ക്യാൻ ഹാവ് യുവർ ഓൺ സ്കോഡ സ്ലാവിയ ഇൻ ദിസ് ഓണം. നമ്മൾ സ്കോഡയുടെ സോണൽ ഹെഡ് ആയിട്ടുള്ള ബിജുരാജ് സാറായിട്ടൊരു കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഈ ഇവന്റ് നമ്മൾ ഹൈലൈറ്റ് കാര്യം സ്പെഷ്യലി നമ്മൾ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മേജർ ഷെയറും വണ്ടികളും ഇവിടെ തന്നെ വരുന്നത്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റിനനുസരിച്ച് നമ്മൾ കൂടുതൽ വണ്ടി എടുക്കും. കാര്യം നമ്മളൊരു ആവറേജ് ഇവിടെ ഈ മാർക്കറ്റിൽ എത്താൻ പറ്റുമ്പോൾ അത്രയും വണ്ടി നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഓണം ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള എല്ലാ വണ്ടികളും ഇഷ്ടം പോലെ പോകും. 2020 തൊട്ട് ആ ഒരു സ്ട്രാറ്റജി മൊത്തത്തിൽ മാറ്റി. കാരണം കസ്റ്റമേഴ്സ് ഇന്ത്യത്തിന് വേണ്ടി കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ 4ാമത്തെ പൊസിഷനിൽ ഗ്ലോബലി എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഫോക്കസ് ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. കാര്യം നമ്മൾ ഈ കുഷാക്കും സ്റ്റാർട്ടിലാണെങ്കിൽ മേജർ ആയിട്ടുള്ള അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കണമെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ലോഞ്ചാണ് കൈലാക്കിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കൈലാക്ക് ചെയ്യുന്നവരെ നമ്മുടെ മേജർ സെഗ്മെന്റ് കവേർഡ് അല്ലേ. അപ്പോൾ കൈലാക്ക് നോക്കിക്കൂടി ഏതാണ്ട് ഒരു 58-60% ഇൻഡസ്ട്രിയിൽ സെഗ്മെന്റ് വൈസ് നമ്മൾ പ്രസന്റ്. ദാറ്റ് ഇസ് എ ബിഗർ റോൾ. അപ്പോൾ അതായിരുന്നു ഒരു മെയിൻ ഫോക്കസ് ആയിട്ടുള്ള പ്ലാൻ. അതർവൈസ് ചെറിയ ചെറിയ പ്രൊഡക്ഷൻ നമ്മുടെ പ്രാഗിൽ നിന്നും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് സർപ്രൈസ് മാനേജ്മെന്റ് എന്താണ് ഒരു മേജർ കൈലാക്കിലാണ്. അപ്പോൾ ഷാക്കുണ്ട്, സ്നാവിയുണ്ട്, കോഡിയാക്കുണ്ട്, പിന്നെ കൈലാക്കുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ച് മോഡൽസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് അല്ലാതെ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടിരിക്കുക. അതായത് കഴിഞ്ഞ മാസം നമ്മൾ കോഡിയാക്ക് RS എന്ന് പറഞ്ഞ റിലീസ് ചെയ്തു. അത് ഏറ്റവും ക്വിക്കസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി ഒരു 50 വണ്ടി
അപ്പൊ അതുപോലെ കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ വേറെയും മോഡൽസ് പോലെ ഒക്ടാവിയ നമ്മൾ കഴിഞ്ഞ പോലെ നമ്മൾ ഇറക്കിയത്. അപ്പൊ ഇങ്ങനത്തെ കുറെ ഫ്ലേവേഴ്സ് ബ്രാൻഡിനെ മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രാൻഡിന് പ്രോമിനൻസ് കാണിക്കുന്ന മോഡൽസ് ഇടയ്ക്ക് വന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രിക് സ്ട്രാറ്റജി മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ആശിച്ച നെക്സ്റ്റ് ഇയർ തുടക്കത്തിലും മറ്റൊക്കെ ഇവന്റ്സ് വരുന്നുണ്ടല്ലോ, മറ്റേ ഭാരത് അതിലൊന്നും കിട്ടത്തില്ലല്ലേ EV നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ EV ഫോക്കസ് ചെയ്യാതെ നമുക്ക് സ്ട്രാറ്റജി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ കാര്യങ്ങളും മറ്റൊക്കെ എന്തായാലും നമ്മുടെ പ്രയോറിറ്റി ആയിട്ട് വരുന്നത്. അതിന്റെ കമ്മ്യൂണിക്കേഷനും മോസ്റ്റ്ലി ജനുവരിയിൽ ആ ഇവന്റോട് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള പ്ലാൻ. അപ്പോൾ ഈ കമ്മിങ് ഇയറിൽ നമുക്ക് ഒന്നത്തെ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ ഈ മാസം 27 നമ്മൾ നാഷണൽ കോൺഫറൻസ് നടക്കും. അപ്പം എല്ലാ ഡീലർ ഓണേഴ്സും ബോംബെയിൽ വരികയാണ്. സോ വി ഹാവ് സം സർപ്രൈസ് എലമെന്റ് ടു കമ്മ്യൂണിക്കേറ്റ്. കാര്യം നമ്മുടെ ഈ കൊല്ലം ഇതിന് മുമ്പ് ഒരു സാധനം കൂടെ വന്നിട്ട് സോ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ രണ്ട് ഔട്ടാടിയാറിന്റെ ഒരു സക്സസ് ഇതുണ്ട്. അപ്പോൾ അങ്ങനെ 1-2 കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു 50 വണ്ടിയോ 100 വണ്ടിയോ അങ്ങനെ ചെയ്യും. സോ എപ്പോഴും ആ ബ്രാൻഡിന്റെ ഫ്ലേവർ കാണിക്കാൻ എന്തെങ്കിലും നമ്മളെ ഉണ്ടാവും. ഇല്ല, അങ്ങനെയല്ല. അപ്പൊ പവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന രീതി കഴിഞ്ഞാൽ പെട്രോൾ മാത്രമല്ല, ഇപ്പൊ CNG ഉണ്ട്, ഇലക്ട്രിക് കാർ ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, പല പല ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ പവർ ട്രെയിനിൽ നമുക്ക് ആക്ച്വലി പ്രോബ്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ വണ്ടികളും സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ കോസ്റ്റ് വർക്കാവും. സോ ആ ഒരു രീതിയിലുള്ള സ്ട്രാറ്റജിയാണ്. അപ്പം കൂടുതലും ലോക്കലി ഫോക്കസ് ചെയ്താലായിരിക്കും കൂടുതലും ഇന്ത്യൻ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. വി ഓൾസോ ഹാവ് ഓൾ ദ പ്രൊഡക്ട്സ്. അപ്പോൾ അത് കാണിക്കാനായിട്ടാണ് ഇടയ്ക്ക് നമ്മൾ മോഡൽസ് കൊണ്ടുവരുന്നത്. അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് റിക്വയർഡായിട്ടുള്ള പവർ ട്രെയിൻ നോക്കിയേ പറ്റും. സോ അല്ലാതെ ഇലക്ട്രിക്കലി നമ്മളിപ്പോൾ യൂറോപ്പിലും മറ്റൊക്കെ നല്ല രീതിയിൽ വരുന്ന വണ്ടികൾ സ്കോഡയുടെയാണ്. സോ ടെക്നോളജിയുടെ കുറവില്ല. പക്ഷെ പിന്നെ കുറേ എഗ്രിമെന്റ് ഇപ്പോൾ നിങ്ങളുണ്ട് UK-യുടെ പിന്നെ യൂറോപ്പിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് വരുമ്പോൾ നമുക്ക് ഒരു ക്ലാരിറ്റിയാണ് എങ്ങനെ നമുക്ക് സ്ട്രാറ്റജി. ബട്ട് വെരി ക്ലിയർ ആണ്, മാർക്കറ്റ് ഏതാണോ അതിന് ഫോക്കസ് ഉണ്ട്, പ്ലാനും ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫ്ലേവേഴ്സ് ഇറക്കുന്നുണ്ട്. അത് ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം മിസ്റ്റർ ഗഡ്കരി പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു എക്സ്പെരിമെന്റിലാണ് എല്ലാം നോക്കുന്നത്. അല്ലെ, ഇത് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറെ കൺസേൺസ് ആൾക്കാർ നമ്മുടെ വണ്ടി E20 കംപ്ലൈന്റ് ആണ്. അതിന്റെ ക്ലിയർ അപ്ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് E20യുടെ കംപ്ലൈന്റ് ആണെന്നുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ ബോധറെടി. ഇപ്പൊ അതാണ് മെയിൻ കാര്യം. E20 കംപ്ലൈന്റ് ആണോ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രോഡക്റ്റും 2023 മുതൽ തന്നെ നമ്മൾ പുതിയ Euro 6 മാറിയപ്പോൾ തൊട്ടുള്ള എല്ലാ വണ്ടിയും E20 കംപ്ലൈന്റ് ആണ്. ആ കമ്മ്യൂണിക്കേഷൻ നമ്മളൊന്നും കൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വെബ്സൈറ്റിൽ. കസ്റ്റമറിന് ഫ്യൂവലിനെ പറ്റി ആലോചിച്ചൊരു കോൺഫിഡൻസ്